എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ? ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലോ പോയിന്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഷാമ. സാധാരണ രീതിയിൽ ഈ ഒരു ചാനൽ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ലോയുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമുകളുമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ പുതിയ കോഴ്സായ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെല്ലാം വന്നിരിക്കുന്ന പുതിയ കോഴ്സായ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം. അതിനുശേഷം കമൻസ് ആയിട്ട് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നെങ്കിൽ ഈ കോഴ്സിനെ പറ്റിയിട്ട് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അതുമല്ല, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടാൽ മതി. നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ +2 കഴിഞ്ഞ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ടുണ്ട്. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു പുതിയ പ്രോഗ്രാം വരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പം 100 ഡൗട്ടുകൾ പേരൻസിനും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ UGC അപ്രൂവൽ ആണോ? ഇനി 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൽ എന്തെല്ലാം കോഴ്സുകൾ ചെയ്യാം? 3 വർഷം കഴിഞ്ഞു എക്സ്ട്രാ 1 വർഷം എടുക്കുന്നതാണോ 4 വർഷത്തെ പ്രോഗ്രാം? ഇതുകൊണ്ട് UGC നെറ്റ് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഇടയിലുണ്ട്. അപ്പം കുറച്ച് കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറയുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ചും, എന്താണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, ഇതിൻ്റെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ റിസർച്ച് സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാം? FIUGP എന്നാണ് നമ്മളിത് അറിയപ്പെടുന്നത്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിലബസിൽ വളരെ നല്ല ഒരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായമാണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ്. നിലവിൽ 3 വർഷ ബിരുദത്തിനോടൊപ്പം 1 വർഷം അധികം പഠിക്കുക എന്നുള്ളതല്ല 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. മൊത്തത്തിൽ ഒരു മാറ്റം സ്ട്രക്ചറിൽ, സിലബസിൽ, ലേണിംഗ് മെത്തേഡിൽ, എക്സാമിൻ്റെ പാറ്റേണിൽ, ഇതിലെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് റൂമിലുള്ള ഒരു പഠന രീതി മാത്രമല്ല, പുറത്തുള്ള നമ്മുടെ സൊസൈറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ, അവർക്കൊരു ജോലി സാധ്യതയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള വിവിധ തരം കോഴ്സുകൾ കോർത്തിണക്കി പുറത്ത് ഇൻറ്റേൺഷിപ്പുകളോട് കൂടിയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിലബസ് മെത്തേഡാണ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഏത് അവരുടെ സബ്ജക്റ്റിന് പുറമെ ഒരു ഇഷ്ടമുള്ള ഒരു ഐച്ഛിക വിഷയം കൂടി എക്സ്ട്രാ എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം ഈ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിനുണ്ട്. നമ്മുടെ കേരളത്തിൽ 3 ടൈപ്പ് കോഴ്സസ് ആണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ സാധാരണ രീതിയിൽ നടത്തി വരുന്നത്. ഒന്ന് 3 വർഷ ബിരുദം, 4 വർഷം ഓണേഴ്സ്, 4 വർഷം ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇങ്ങനെ 3 തരത്തിലുള്ള കോഴ്സുകളാണ് കേരളത്തിൽ നടക്കുന്നത്. സാധാരണയായി FIUG പ്രോഗ്രാംസുകൾക്ക് ഓരോ വർഷവും എക്സിറ്റ് അനുവദിക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ കോഴ്സുകൾക്ക് ഓരോ വർഷവുമുള്ള എക്സിറ്റ് രീതികൾ ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ സർവകലാശാലകളിൽ 3 വർഷം കംപ്ലീറ്റ് ആകുന്ന കുട്ടിക്ക് മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടൂ. ഈ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ PG അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ PGക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത കോഴ്സ് 4 വർഷ ബിരുദം വിത്ത് ഓണേഴ്സ് പ്രോഗ്രാമാണ്. 3 വർഷം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അടുത്ത 1 വർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കോഴ്സിന് ഇൻറ്റേൺഷിപ്പുകളൊക്കെ ഉണ്ടാവും. ഈ കാലയളവിൽ ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത കോഴ്സ് 4 വർഷത്തെ ബിരുദം വിത്ത് ഓണേഴ്സ് ആൻഡ് റിസർച്ച് ആണ്. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത്, അതും 75% മാർക്കോടുകൂടി പാസ്സാവുന്ന ഒരു കുട്ടിക്ക് റിസർച്ച് ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ് 4ാമത്തെ വർഷം.
ഇത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേരിട്ട് തന്നെ PhDക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ UGC നെറ്റ് പരീക്ഷകളെല്ലാം തന്നെ ഇവർക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെ 3 വ്യത്യസ്തമായ രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോഴ്സുകൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? സാധാരണയായി കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ UG പ്രോഗ്രാംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അഫിലിയേറ്റഡ് കോളേജുകളിൽ മാത്രമായിരുന്നു UG പ്രോഗ്രാംസ് നിലവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ 2 രീതിയിലാണ് ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് CSS എന്നും പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഇൻ അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. അപ്പം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് CSS എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിലും, അതല്ല അഫിലിയേറ്റഡ് കോളേജസിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറഞ്ഞ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപേക്ഷ കൊടുക്കേണ്ടത്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം നോക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ടൈമിൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പർ വേയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ വേറെ അതിൻ്റെ കരിയർ സാധ്യതകളുമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, അത് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കിട്ടും. പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുക. വെബിനാറിൻ്റെ ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്